നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം കലോത്സവ വേദിയിൽ മോണാക്റ്റായി അവതരിപ്പിച്ചു ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരെന്താണ് എന്നറിയില്ല. പക്ഷെ ആ പെൺകുട്ടിയെ ഈ മോണാക്ട് പഠിപ്പിച്ച മാഷ്, ഞാനൊക്കെ പഠിച്ചിറങ്ങിയ ഒരു ഗുരുകുലത്തിന്റെ പേര് മുൻപിലുണ്ട്. അത് കലാഭവൻ എന്നാണ്. കലാഭവൻ നൗഷാദ് എന്നാണ് ആ മോണാക്ട് പഠിപ്പിച്ച ആ മഹാമനുഷ്യന്റെ പേര്. കലാഭവൻ എന്ന് പറയുന്ന ആ ഒരു നല്ല പ്രസ്ഥാനത്തിന്റെ പേര് പോലും കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ആ എന്താ പറയാ, പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അയാൾ ഏത് രീതിയിലാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. ഇത്രയും അധപ്പതിച്ചു പോയ ഒരു കേരളമാണ് നമ്മുടേത് എന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോസുകൾ ചെയ്യാറുണ്ട്, ഷോർട്സുകൾ ചെയ്യാറുണ്ട്, ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഒരുപാട് പേര് അത് കാണുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മൂന്നാമത്തെ കേസ് രാഹുലിന്റെ വന്നതിന് ശേഷം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണ്. കാരണം ഇത്തരം വിഷയങ്ങളല്ല ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് മനസ്സിലായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ അത് കുറെ ആളുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ കുറെ ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇതല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നും, അല്ലെങ്കിൽ ഇതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമെന്നും, പൊതുസമൂഹത്തിന് ഇത് യാതൊരുവിധ ആവശ്യവുമില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ വലിയ ദോഷമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിലും പാവപ്പെട്ട ജനങ്ങൾക്കും ഒക്കെ അത് വലിയൊരു മാരകമായ വിപത്താണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒക്കെ കുട്ടികളെ ഒരു ആയുധമായി ഉപയോഗിച്ച്, കുട്ടികളെ ഒരു ടൂൾസ് ആക്കി ഉപയോഗിച്ച് കലോത്സവ വേദികൾ വന്ന് നിറഞ്ഞാടുമ്പോൾ സഖാക്കളുടെ നീചമായ പ്രവൃത്തിയാണ് ഇത് എന്ന് മാത്രമാണ് പറയാൻ തോന്നുന്നു. ഇനി ആ കുട്ടിക്ക് ചിലപ്പോ എ ഗ്രേഡും ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡും ഒക്കെ കൊടുത്ത് ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള അവാർഡും ആ കുട്ടിക്ക് ചിലപ്പോ കൊടുത്തെന്നിരിക്കും. ഏതായാലും ആ പെൺകുട്ടിയുടെ ആ ഒരു കലാപ്രകടനം 100% മനോഹരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എക്സ്പ്രഷൻസ് ആയാലും ആക്ഷൻസ് ആയാലും ഒക്കെ വളരെ ഭംഗിയോടുകൂടി ചെയ്തു. പക്ഷെ തിരഞ്ഞെടുക്കുന്ന വിഷയം, കണ്ടന്റ് ഒരു കലയ്ക്ക് അല്ലെങ്കിൽ ഒരു കലാരൂപത്തിന് വേണ്ടതാണോ, അല്ലെങ്കിൽ കലയിലൂടെ പറയേണ്ട സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ വളരെ നന്മ നിറഞ്ഞതാവണം എന്നുള്ളതാണ്. 100% സമകാലിക കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഈ സമകാലിക കാര്യങ്ങൾ എന്തിനാസ്പദമാക്കിയിട്ട് പറയണം? അതൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് തോന്നിപ്പോയത്, ഈ കുട്ടിയുടെ വീട്ടിൽ അച്ഛനമ്മമാരൊന്നും ഇല്ലേ? എടുക്കുന്ന സബ്ജക്റ്റ് ഇതാണോ, അല്ലെങ്കിൽ ഒരു വേറെ വല്ല സബ്ജക്റ്റും എടുക്കുന്ന ഉപദേശിക്കാൻ അവിടെ ആരുമില്ലേ? അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകരുണ്ടാവും, ഒരു ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടാവും. ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്, ഈ സബ്ജക്റ്റ് ആണോ, അയ്യോ അത് വേണ്ട, അത് നമ്മുടെ സ്കൂളിന്റെ പേര് കളയും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അത്തരത്തിലുള്ള സബ്ജക്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും പറയാം എന്നുള്ള രീതിയിൽ ഉപദേശിക്കാൻ പോലും ആ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലൊന്നും നല്ല മാഷുമാരില്ലേ എന്നും തോന്നിപ്പോയി. എന്തൊരു നാടാണ് നമ്മുടെ! കള്ളത്തരങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കള്ളക്കേസുകളെ വലിയ മഹത്വൽക്കരിച്ചുകൊണ്ട് കുട്ടികളിലൂടെ പറയുന്നു. സ്ത്രീ പരിപാവനമായ ഒരു വസ്തുവാണെന്നും സ്ത്രീ പരമോന്നതയായ മഹാദേവതയാണ് എന്നൊക്കെ ഈ സമകാലിക കേരളത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഭൂലോക കള്ളത്തരമായി മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവര് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, എനിക്കിത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം. ഡോക്ടർക്ക് ഇതിന് ഉത്തരവാദി ആരാന്ന് പോലും ചോദിക്കാൻ പാടില്ല. നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിക്കാൻ പാടില്ല. അവരെന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിയമം നിലനിൽക്കുമ്പോൾ ഇവിടെ പുരുഷന് എത്രമാത്രം മാനസിക വിഷമം ഉണ്ടാവും അവന്റെ കുഞ്ഞിനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇല്ലാതാക്കുമ്പോൾ. ഇതൊക്കെ ആരാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ എത്ര കേസുകൾ ഇതുപോലെ നടക്കുന്നു? സ്ത്രീകളുടെ ഇഷ്ടപ്രകാരം കുഞ്ഞുങ്ങളെ എത്രയോ പേര് കൊല്ലുന്നു. അവിടെ പുരുഷന് റോളുണ്ടോ? എന്നിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം വന്ന് ചിത്രീകരിക്കുന്നു, ജനങ്ങളോട് വിളിച്ചു പറയുന്നു. അതും ഇത്രയും കുരുന്നു മനസ്സുകളിൽ വിഷം കുത്തിവെക്കുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ, എടോ താനൊക്കെ കലാഭവനിൽ എന്ത് തേങ്ങയാടോ പഠിച്ചത്? ഇതൊക്കെയാണോ താൻ കലാഭവനിൽ നിന്ന് പഠിച്ചത് നൗഷാദെ എന്ന് ചോദിച്ചു പോവുകയാണ്. താൻ ഏത് കലയാണ് അവിടുന്ന് പഠിച്ചത്? അവിടെ മോണാക്റ്റും മിമിക്രിയും ഒക്കെ ഞാനും പഠിച്ചതാണ്, ഞങ്ങളും പഠിച്ചതാണ്. അവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ സമൂഹ തിന്മയ്ക്ക് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ ട്രോളുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ നന്മ പകർന്നു കൊടുക്കുക എന്നല്ലാതെ, ഇത്തരത്തിലുള്ള വളരെ വിഷം ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു രീതി, അത് വളരെ
നീചമായ പ്രവൃത്തിയാണ്. കലോത്സവത്തിന് തന്നെ അത് മാനക്കേടാണ്. കാരണം എവിടെയാണ് സാർ ഇതില് സത്യം എന്ന് പറയുന്ന സാധനം എവിടെയാണ്? ഈ കുട്ടി അവതരിപ്പിച്ച മോണാക്ട് നമ്മളൊരു 3-4 സെക്കൻഡ് കണ്ടാൽ തന്നെ നമുക്ക് അതിലെ കാര്യം മനസ്സിലാവും. ഈ ഒരു സബ്ജക്റ്റിനകത്ത് എത്രത്തോളം ഒരു ബേഡായിട്ടുള്ള കാര്യത്തെ മഹത്വൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയെ ആ സ്ത്രീയെ പുണ്യാളത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അവര് ആ അതിജീവിതയോടൊപ്പം ചേർന്ന് നിന്നിട്ട് എത്ര പേരാണ് ഫോട്ടോ പങ്കുവെച്ചത്. അതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ട്രാപ്പായിരുന്നു എന്നല്ലേ. ഇപ്പോ ഈ നടന്ന 3ാമത്തെ കേസ് പോലും അതിന്റെ ഒരൊറ്റ തുടക്കം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഫസ്റ്റിൽ വന്നൊരു സംഭവം, വാട്സപ്പിൽ നമ്പർ മാറി മെസ്സേജ് അയച്ചു എന്ന്. രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്പർ മാറി മെസ്സേജ് അയച്ചു എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്ഥിരമായിട്ടൊരു രാഹുലിന് ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫസ്റ്റ് വിൻഡോയിൽ തന്നെ അത് വന്ന് കിടക്കും. അതിൽ നിന്ന് ആ രാഹുലിന് ഒരു മെസ്സേജ് അയക്കുക സിമ്പിൾ ആണ്. പിന്നീട് സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ എങ്ങനെയാണ് സാർ നമ്മൾ നമ്പർ മാറുന്നത്? അതിന് വേറെ ഓപ്ഷൻ അല്ലേ സാധാരണ വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള വീണ്ടും കള്ളത്തരങ്ങൾ കൊണ്ടുവന്ന് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നീച കളിയുടെ ഒരു പുറത്താണ് ഇപ്പോ മാധ്യമങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷയത്തെ ഇത്തരത്തിലുള്ള പെൺകുട്ടികള്, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയേണ്ട വിഷയമേ അല്ല എന്നുള്ളതാണ്. അതിന് അല്പമെങ്കിലും അധ്യാപകരും ഇതുപോലത്തെ രാഷ്ട്രീയ നീചന്മാരായിട്ടുള്ള അധ്യാപകരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു നന്മയും ഇവര് കാണിച്ചു കൊടുക്കുന്നില്ല. ഒരു നന്മയും ഇവർ കുട്ടികളുടെ കഥയിലൂടെ പറയാൻ ഇവർ അനുവദിക്കുന്നില്ല. അത് പറഞ്ഞ ആ കുട്ടികൾ ഭൂഷയായി മാറും ചിലപ്പോൾ. എന്തൊരു നാടാണ് ഇവിടെ! ഈ തൊഴിലാളി വർഗങ്ങളാണ് ഭരിക്കുന്നത് 10 കൊല്ലമായിട്ട്. എന്നാൽ ഈ തൊഴിലാളി വർഗത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ മകള് അല്ലെങ്കിൽ ഒരു മകൻ ഇന്ന് വരെ ഒരു നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ട് കലോത്സവത്തിൽ നല്ല ഒരു കലാപ്രതിഭയോ കലാതിലകമായിട്ട് മാറിയിട്ടുണ്ട്? മാറില്ല. കാരണം എന്താ അറിയോ? അവരുപയോഗിക്കുന്ന ആ ഓരോ കോസ്റ്റ്യൂംസിനും മേക്കപ്പിനൊക്കെ നല്ല പൈസ ഉണ്ട്, ഒരുപാട് ഫീസ് കൊടുക്കണം. ഇതൊന്നും പാവപ്പെട്ടവന്റെ മക്കൾക്ക് സാധ്യമല്ല. അപ്പൊ പണക്കാരന്റെ മക്കള് മാത്രം ഒരു അവതരിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കലോത്സവ വേദികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് കുട്ടികളെ പറഞ്ഞു പറ്റിക്കുകയാണ്. പാവപ്പെട്ടവനാണ്, 1 ലക്ഷം സാലറി കിട്ടുന്ന ആളുകൾ പോലും അത് കയ്യിലും വെച്ചിട്ട് ദാരിദ്ര്യം പറയുന്ന പരമചറ്റകളാണ് സഖാക്കളെ പോലെയുള്ള ആളുകൾ. ഈ പറയുന്ന മാഷൊക്കെ അതിൽ പെട്ട ആളുകളാണ്. വളരെ ദയനീയമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. കുട്ടികൾക്കൊക്കെ കലയിലൂടെ പറയേണ്ട കാര്യങ്ങൾ ഒക്കെ നന്മയും അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് നിറഞ്ഞ കാര്യങ്ങളൊക്കെ, സത്യസന്ധമായ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം പറയാം. ഏതായാലും ആ മോണാക്ടിന് നേരത്തെ പറഞ്ഞതുപോലെ A ഗ്രേഡും ഫസ്റ്റും കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊടുത്താൽ 100% നമ്മുടെ കല നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.